സ്വന്തം അപ്പൂസ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തമിഴ് പടമായിരുന്നു കിളിപ്പ് വെച്ച് കേൾക്കാവോ. ആ സിനിമയിലൂടെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചു. അങ്ങനൊരു ഗുണം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമയാണ് ഈ മണിച്ചിത്രത്താഴ്. അപ്പോൾ മനാഫി കഥ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം ലാലേട്ടനാണ് വന്നത്. കാരണം വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ലാലേട്ടനോട് അടുത്ത വഴിയിട്ടുള്ളവർക്കറിയാം പുള്ളിക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്, പിന്നെ ഒരു ദൈവികത എന്നൊക്കെ പറയത്തില്ല, അത് പുള്ളിയുടെ സ്പർശനത്തിലൊക്കെ ഉണ്ട്. നമസ്കാരം, റേഡിയോ നീതൽ 107.8 FM എല്ലാ ഡിയർ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ലാലേട്ടനെ, നമ്മുടെ സ്വന്തം ലാലേട്ടനെ നമുക്കൊരു മാലാഖയായിട്ട് തന്ന നമ്മുടെ ദിലീപേട്ടനെ, തമാശയായിട്ടുള്ള സിനിമകൾ, കോമഡി സിനിമകൾ കൈകാര്യം ചെയ്ത ജനപ്രിയ നായകനായിരുന്ന ദിലീപേട്ടനെ ഒരു അത്ലറ്റ് ആക്കി, ഒരു വിഷനറി പോലെ ഒരു അത്ലറ്റ് ആക്കി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത് തന്ന സ്പീഡ് ട്രാക്ക്, ഏഞ്ചൽ ജോൺ, ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമകളുടെയൊക്കെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററുമായ SL പുരം ജയസൂര്യ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഒന്ന് ഞങ്ങളത് പരിചയപ്പെടുത്തും. എന്താ പരിചയപ്പെടുത്തേണ്ടത്, പറയാനുള്ളത് പറഞ്ഞു എങ്കിലും സാർ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ജയസൂര്യ. സാർ സിനിമ ആദ്യത്തെ സിനിമ ഏതാണ് സാറിൻ്റെ? ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ദിലീപിനെ വെച്ചിട്ടുള്ള സിനിമ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റു ഇൻട്രൊഡക്ഷനുകളുടെയോ അല്ലെങ്കിൽ സാർ ഇത്രയും വലിയ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. സാർ അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ആ ഒരൊറ്റ സിനിമ കൊണ്ട് സാറ് നമ്മൾ പറയുന്നത് ഒരു പുതിയ സംവിധായകൻ്റെ ട്രാക്ക് തന്നെ മാറ്റിയ ഒരു സിനിമ ആണ് സ്പീഡ് ട്രാക്ക് എന്ന് പറയും. അപ്പോൾ സാറ് നമുക്ക് തോന്നുന്നൊരു ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റൽ പടം കൂടിയാണ്. അപ്പോൾ ആ സിനിമ ചെയ്തത്, അതിലെ ദിലീപേട്ടനെ കാസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? കാരണം നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, ഒരു സ്പോർട്സ് സിനിമ, അതിൽ ദിലീപേട്ടൻ ഒരു സ്പോർട്സ്മാൻ ആയിട്ട്, ഒരു അത്ലറ്റ് ആയിട്ട് വരും എന്നൊരു തോട്ട് സാറിന് എങ്ങനെയുണ്ടായത്? ഇത് ഈ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സ്പോർട്സ് മൂവി എന്ന് പറയുന്ന ഒരു ചിന്ത വരാൻ കാര്യം, ഒന്ന് ഞാൻ ഡയറക്ടർ ഫാസിൽ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യത്തെ തോട്ട് വന്നത്, ഒരിക്കലും ഞാൻ സാറിൻ്റെ ടൈപ്പ് ഓഫ് സിനിമകളായിരിക്കരുത്. കാര്യം എനിക്ക് ആ ചിന്ത വന്നത് എൻ്റെ മുന്നേ സാറിൻ്റെ അടുത്ത് നിന്ന് വർക്ക് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയ സിദ്ദിഖ് ലാൽ അവർ കാണിച്ചു തന്ന വഴിയാണ്. കാര്യം അവർ കോമഡി എന്ന് പറയുന്ന ഒരു പാത്തിലൂടെയാണ് അവർ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വേറിട്ട പാത്തിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടണം എന്നുള്ള ചിന്താഗതിയാണ് ഒന്ന് ഞാൻ സ്പോർട്സ് മൂവിയിലോട്ട് വന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അന്നേരം മലയാളത്തിലൊരു കംപ്ലീറ്റ് സ്പോർട്സ് മൂവി എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥയുടെ ഭാഗമായിട്ട് സ്പോർട്സ് എന്നല്ലാതെ സ്പോർട്സ് ബിഗിനിങ് ടു എൻഡ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് സിനിമ വന്നിട്ടില്ല. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് കറക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. രണ്ടാമത്തത്, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്, അച്ഛൻ ഓൾമോസ്റ്റ് എല്ലാ ജോണറിലും പെട്ട സിനിമകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ ഒരു ഹിമാലയ പർവ്വതം പോലെ എൻ്റെ ബാക്കിലുണ്ട്. അപ്പം അതും ആൾക്കാരൊരു കമ്പാരിസൺ വരും. ഇതൊന്നും വരാതെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്പോർട്സ് മൂവി എന്ന് പറയുന്നത്. കാര്യം ഇവർ രണ്ടുപേരും സാറായാലും അതിനകത്ത് ട്രൈ ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് മൂവി എന്ന് പറയുന്നത് ഒരു. ഇനി ഞാൻ ദിലീപിനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അന്ന് ശരിക്കും ദിലീപ് കോമഡിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്ന് ശരിക്കും അത്യാവശ്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയ സ്റ്റാറൊന്നുമല്ല, പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ഞാൻ പൃഥ്വിരാജിനെ സമീപിക്കാതിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളുടെ ഈ സിനിമയ്ക്ക് കുറച്ച് ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അന്ന് പൃഥ്വിരാജിനെ പോലെ ഒരു ആർട്ടിസ്റ്റിന് അത്രയും പോപ്പുലർ അല്ലായിരുന്നു ദിലീപിൻ്റെ അകത്ത്. രണ്ടാമത്, അതാണ് എൻ്റെ മെയിൻ കൺസേൺ. അപ്പോൾ ദിലീപിനെ പോലെ ഇങ്ങനെ ഹ്യൂമർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യിപ്പിച്ച് നന്നാക്കാൻ പറ്റുമെങ്കിൽ അത് എനിക്കും കൂടെ പേര് കിട്ടും. അപ്പൊ ഞാൻ ദിലീപിന്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപ് ഇത് എങ്ങനെ എടുക്കും എന്നുള്ളതായിരുന്നു കഥ. അപ്പൊ ഞാൻ ഈ 10 മിനിറ്റ് കൊണ്ടാണ് ഈ കഥ പറയുന്നത്. ഷൊർണൂർ വെച്ചിട്ട് ലക്ഷ്മി ഗസ്റ്റ് ഹൗസ് വെച്ചത്. കഥ കേട്ടിട്ട് എന്നോട് ചോദിച്ചു, വാ ഈ കഥ ആരെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യം ഞാൻ ദിലീപിന്റെ അടുത്ത് പറയുന്നത്. ഇതിനി ആരുടെ പറയണ്ട, നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ദിലീപ് ചെയ്യാമെന്ന് ഏറ്റു കഴിഞ്ഞാൽ ഞാൻ അന്ന് വരെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ദിലീപ് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹോംവർക്ക് ചെയ്യും. അപ്പോൾ ദിലീപിനെ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പുള്ളി ചെയ്യാൻ ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ജോലി പകുതി കുറഞ്ഞു, നമ്മുടെ ജോലി പകുതി കുറഞ്ഞു, പുള്ളി ബാക്കി പകുതി പുള്ളി ചെയ്യും. അപ്പോൾ പുള്ളി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. ഒരു ദിവസം ദിലീപ് 13 പ്രാവശ്യം ഓടിയിട്ടുണ്ട്. നാഷണൽ ലെവലിലൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം. അത് ആണ് ദിലീപ് ഉദ്ദേശിച്ചത്. അതിന് ഒത്തിരി പേര് സാറിനും ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയ ഒരു മൂവി അല്ലേ സ്പീഡ് ട്രാക്ക്? ഒരുപാട്
പേര് വിളിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒരുമിച്ച് ചെയ്യുമ്പം അതും സാറിൻ്റെ ഫാദർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിന് നാഷണൽ അവാർഡ് ആദ്യമായിട്ട് കിട്ടുന്ന, ഇന്ത്യയിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരാൾ കൂടെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മകൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്രതീക്ഷ കൂടുതലായിരിക്കും. പിന്നെ സാർ തന്നെ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പം അതിൽ എന്തുമാത്രം ഒരു ഇമോഷണലായിട്ട് നടന്ന പരിപാടികളൊക്കെ എന്തായിരുന്നു? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതന്നെ ഞാൻ കൂടുതൽ കുഴപ്പത്തിൽ ചടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പോർട്സ് എടുത്തത്. പിന്നെ ഞാൻ ബേസിക്കലി സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ സ്പോർട്സ്മാൻ ആയിരുന്നു. എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും മൂഡും ഒക്കെ എനിക്ക് ശരിക്കും അറിയാം. അപ്പോൾ ഈ ഷൂട്ടിങ്ങിനിടെ തന്നെ ദിലീപ് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സീനൊക്കെ നമുക്ക് എറണാകുളത്ത് എടുത്തുകൂടായിരുന്നോ, ഈ ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പുള്ളി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ദിലീപ് ഇതിനു മുമ്പ് സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ദിലീപ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ദിലീപ് ഗ്രൗണ്ടിൽ ഇറങ്ങാതെ ആ സീൻ ബാക്കിൽ നമ്മൾ എടുക്കുന്നതും ഗ്രൗണ്ടിൽ ഇറങ്ങിയതിന് ശേഷം എടുക്കുമ്പോഴും ഭയങ്കര വ്യത്യാസം. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ സ്പിരിറ്റ് ലെവൽ വേറെയാണത്. അപ്പൊ അതൊക്കെ അപ്പൊ പുള്ളിക്ക് അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് അച്ഛൻ്റെ കുറെ കാലങ്ങളിലേക്ക് പോകാം. അച്ഛൻ്റെ നല്ല നാടകങ്ങളായിരുന്നു. അപ്പൊ നിങ്ങളുടെ ജനനത്തിന് ശേഷമാണ്, മക്കളുടെ ജനനത്തിന് ശേഷമാണ് സൂര്യസോമ വരുന്നത്. അതെ അതെ അതെ, ഞങ്ങളുടെ പേരിട്ടിട്ടാണ് ജയസോമ ജയസൂര്യ. ആദ്യ നാടകം കാലവർഷം. അതൊരു നല്ല നാടകമാണെന്ന് എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ. അത് കുറച്ച് കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സംഭവമുണ്ട്. ഒരു ക്യാരക്ടർ ഫസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്യാരക്ടർ ഓഡിയൻസിനിടയിൽ നിന്ന് കയറി വരുമ്പോൾ ശരിക്കും എല്ലാവരും തെറ്റിദ്ധരിക്കും ഇത് ആരോ പുറത്തുനിന്നൊരാൾ വന്ന് കുഴപ്പമുണ്ടാക്കുന്നതാണെന്ന് വെച്ചിട്ട് അങ്ങനെ സംഘാടകരൊക്കെ ഓടി വന്നിട്ടുണ്ട്. ആ സംഘാടകരോട് ഈ കാണികൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടേ. കാരണം നല്ലൊരു നാടകം കാണാൻ ഇരിക്കുന്നുണ്ട്. അന്ന് ഇതുപോലെയല്ല, ഭയങ്കര ജനമല്ലേ. അന്ന് മണ്ണ് കിളിയിടാൻ പറ്റാത്ത തരത്തിലുള്ള ജനങ്ങൾ ഇങ്ങനെ വന്ന് തിങ്ങിക്കൂടി നാടകം കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് അത് ആദ്യമായിട്ട് ഈ ഓഡിയൻസിനിടയിൽ നിന്നൊരു കഥാപാത്രത്തെ ആ കാലയളവിൽ അങ്ങനെ ആരും വന്നിട്ടില്ല. ഈ കലയോട് താല്പര്യമുള്ളവർ അതുവഴി വരുമ്പോൾ ഈ സൂര്യസോമ കാണാനായിട്ട് ഈ ഇതിൻ്റെ ഓഫീസും ഇതൊക്കെ ഒന്ന് കാണാൻ ആകാംക്ഷ കൊണ്ട് ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്നൊരു കാര്യം എൻ്റെ കൂടെ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കാണുമായിരുന്നു. കാരണം ഈ സൂര്യസോമ എന്ന് പറയുന്നത് അന്ന് ജനങ്ങൾ ശരിക്കും ഏറ്റെടുത്തുന്നുള്ളതാണ്. കാരണം നാടകങ്ങൾക്ക് ഒരുപാട് നാടകങ്ങൾ, നമുക്ക് സീസണും ഓഫ് സീസണും ഇല്ലായിരുന്നല്ലോ. ഇല്ല, നമുക്ക് എപ്പോഴും 28-29 നാടകം ഫൈൻ ആർട്ട് സൊസൈറ്റികൾ അത്ര ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് അതൊന്നും അന്നില്ല. അന്നൊക്കെ മത്സരപ്പെടുത്തുന്ന സൂര്യസോമ നാടകം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പാസ് എടുക്കാനും കയറാനും ഒക്കെ മനസ്സുള്ള ഒരു ഇതായിരുന്നു. കാരണം അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് കല്ലുകൊണ്ടൊരു പെണ്ണ്. ഇത് കാണാനൊരു ഭാഗ്യം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ അരൂരിൽ നിന്ന് പോയ കൈതപ്പുഴ കായൽ, ആ കായൽ കടന്നിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടെ വെച്ചാണ് ആ നാടകം എനിക്കൊന്ന് കാണാൻ ഞങ്ങൾ ഒരു കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് യാത്ര ചെയ്തവിടെ കണ്ടത്. ആ നാടകമേ അത് സത്യത്തിൽ നമ്മൾ അതിനകത്ത് അഭിനയിച്ച ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ ശ്രീകല അല്ലേ, ശ്രീകല എന്നുള്ള നടി എന്ത് രസമായിട്ടാണ് അവരെ അങ്ങനെ സാറ് അത് പരുവപ്പെടുത്തി എടുത്തതാണ്. അത്രയും ആ സ്റ്റേജിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഒറ്റ കഥാപാത്രം ജനങ്ങളോട് പറയുകയാണ്. വിദേശത്ത് ഉണ്ടായ സംഭവത്തിൽ അവരവിടെ വെച്ചുണ്ടാകുന്ന അവിടെ ഈ ബോംബിങ് യുദ്ധമൊക്കെ കാണുന്ന സമയത്ത് കുവൈറ്റാണ് അല്ല, കുവൈറ്റ് യുദ്ധ സമയത്താണ് ഈ സാധനം വരുന്നത്. അത് അവർ വളരെ മനോഹരമായിട്ട് നമുക്കിങ്ങനെ കാണാം. ഈ ബോംബിങ് ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് ഇവർ പറഞ്ഞത് നമ്മൾ ജനങ്ങളെല്ലാം വളരെ നിശബ്ദമായിട്ടൊരു മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന അത്രയും നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സംഭവം പറഞ്ഞത്. ഒരു കഥാപാത്രം നിന്നങ്ങ് അവതരിപ്പിക്കുകയാണ്. ഇപ്പം സിനിമയിൽ നമുക്ക് റീടേക്കൊക്കെ എടുക്കാം, ഇതത് പറ്റില്ല. ഒരേ നിന്നുണ്ട കാര്യങ്ങൾ ഒരു കുഞ്ഞിനെ ആ യുദ്ധത്തിനടക്കുന്ന കിട്ടിയ അവരെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുന്ന ആ സംഭവം അത് സാറ് വളരെ ശ്രമിച്ചു. വളരെ ഒത്തിരി പേര് അത് പുള്ളി അത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കണം ഇവരെ അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം അത് ചെയ്യും. ആ നാടകം ഒരു ദിവസം 4 സ്റ്റേജ് കളിച്ചു. 4 സ്റ്റേജ് കണ്ടോ? 2 മണി, വൈകിട്ട് 6 മണി, 9 മണി, 12 മണി കളിച്ചിട്ടുണ്ട്. അതാണ് നാടകത്തിന്റെ ഒരു പിന്നെ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അച്ഛന് നാടകം എഴുതി ഓഡിയൻസിനായിട്ട് വിട്ടു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല. എത്ര രാത്രി വന്നാലും ഇതിൻ്റെ സെക്രട്ടറി അച്ഛനെ വിളിക്കണം. അത് 3 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും 1 മണിക്കാണെങ്കിലും എപ്പോൾ തിരിച്ചു വന്നാലും വിളിക്കണം. വിളിച്ചിട്ട് അച്ഛൻ അപ്പോഴും ആദ്യത്തെ നാടകം കണ്ട ആവേശത്തിൽ അവരോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ ചിരി ഉണ്ടായിരുന്നു, ഇവിടെ ചിരി ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ബോറായോ, ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇതെല്ലാ ദിവസവും ഇദ്ദേഹം പറഞ്ഞു ഈ സെക്രട്ടറി റിപ്പോർട്ട് കൊടുക്കണം. അത് അവസാനത്തെ നാടകം കളിക്കുന്നവരെ അങ്ങനെ ആയിരിക്കും. അതായിരിക്കും അല്ലേ. അതുപോലെ അദ്ദേഹം ഈ നാടകം സമിതി പോയി കഴിഞ്ഞിട്ട് നാടകം തുടങ്ങി കഴിഞ്ഞിട്ട് ഈ ഓഡിയൻസിന്റെ പൾസ് അറിയാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ രഹസ്യമായിട്ട് അത് പോന്നിച്ചാലും ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 250 നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. ലാലേട്ടനെ ഒരു മാലാഖയായിട്ടൊക്കെ സാർ എങ്ങനെയാണത്? അല്ല, അത് ശരിക്കും ആ കഥ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനല്ല, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നിരുന്ന മനാഫ് എന്ന് പറയുന്നത്.
അപ്പോൾ മനാഫി കഥ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം ലാലേട്ടനാണ് വന്നത്. കാരണം വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ലാലേട്ടനോട് അടുത്ത വഴിയിട്ടുള്ളവർക്കറിയാം, പുള്ളിക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്, പിന്നെ ഒരു ദൈവികത എന്നൊക്കെ പറയത്തില്ല, അത് പുള്ളിയുടെ സ്പർശനത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ലാലേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ ചെല്ലുമ്പോൾ ഓൾറെഡി ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടനെയും മുകേഷ് ഏട്ടനെയും വെച്ചിട്ട് ഒരു ഫുൾ ലെങ്ത് കോമഡി സിനിമ പറഞ്ഞിട്ട് അതെനിക്ക് ഓക്കെ ആയി, അതിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തിരിക്കുന്ന സമയത്താണ് ഞാനിത് പറയാൻ ചെല്ലുന്നത്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, മോനെ നമ്മളൊരു സിനിമ ചെയ്യാൻ പോകല്ലേ, അത് കഴിഞ്ഞിട്ട് വരും. ഞാൻ ലാലേട്ടൻ കേട്ട് നോക്ക്, എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഞാൻ ലാലേട്ടനെ ഒരു ജനലിൽ ഇങ്ങനെ പിടിച്ച് രണ്ടുപേരും ഇങ്ങനെ ജനലിൽ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് അവിടെ നിന്നാണ് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് കഥ പറയുന്നത്. കഥ പറഞ്ഞ് ഇമ്മീഡിയറ്റ് പുള്ളി ഫോൺ എടുത്തിട്ട് ആന്റണി ചേട്ടനെ പെരുമ്പാവൂരിനെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ സബ്ജക്റ്റ് കേട്ട് ചേച്ചി കണ്ടിട്ട് കൊള്ളാം, അങ്ങനെ ആണ്. അപ്പൊ പുള്ളിക്ക് അത് കണക്ട് ചെയ്തത് കൊണ്ടാണ് പുള്ളി ആ സിനിമ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ, ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, വിശ്വസിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ്. അപ്പൊ ആ അനുഭവം കഴിച്ച് നമ്മുടെ മുമ്പിൽ ദൈവം ഏത് രൂപത്തിലാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതാണ് അതിനകത്ത് ഇഷ്ടപ്പെട്ടത്. എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് എന്നെ സബ്ജക്റ്റിലോട്ട് ആകർഷിച്ചത്. ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. ഇപ്പൊ സ്പോർട്സ് ആണെങ്കിൽ പിന്നെ ഫാന്റസിയിലേക്ക് വന്നു, പിന്നെ ആക്ഷനിലേക്ക് വന്നു, പാരാസൈക്കോളജിയിലേക്ക് വന്നു, ഫാമിലി സബ്ജക്റ്റ് ഉണ്ട്, ഒരു ഹ്യൂമർ ഉണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ലവ് സബ്ജക്റ്റ് ഉണ്ട്. ഫാസിൽ സാറിന്റെ സിനിമയിൽ ഏതെങ്കിലും മണിച്ചിത്രത്താഴില് ഞാൻ ആദ്യം കിളിപ്പേച്ച് കേക്കവ, അല്ല പപ്പയുടെ സ്വന്തം അപ്പൂസ്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ തമിഴ് പടമായിരുന്നു കിളിപ്പേച്ച് കേക്കവ. ആ സിനിമയിലൂടെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചു. എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമയാണ് ഈ മണിച്ചിത്രത്താഴ്. നമ്മളൊക്കെ ഒട്ടുമിക്ക ഓൾമോസ്റ്റ് ഈ ജനറേഷൻ ആണെങ്കിലും നേരത്തെ ഉള്ളവരുടെ ഒക്കെ ഭയങ്കര ഒരു ഫേവറേറ്റ് മൂവി കൂടെയാണ്. അപ്പൊ അതിൽ വർക്ക് ചെയ്തപ്പം എങ്ങനെയായിരുന്നു സാർ അന്നത്തെ ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, ആ സിനിമ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ 15 മെയിൻ ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു സിനിമയാണ്. മാത്രമല്ല 2 യൂണിറ്റുകളാണ് മിക്ക ദിവസങ്ങളും പോകുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് കോസ്റ്റ്യൂമായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കോസ്റ്റ്യൂം അന്ന് ഇതുപോലെ ക്യാമറയോ ഒന്നുമില്ല, നമ്മളെല്ലാം വരച്ച് എഴുതി വെക്കണം, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം കോസ്റ്റ്യൂം റൂമിലായിരുന്നു ആ സിനിമയിൽ. കാരണം വെച്ചാൽ അവിടുന്ന് ഒരാൾ ഈ ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ വരുന്നു, ഇവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നു, അപ്പോൾ ഇവിടുന്ന് അവിടുന്ന് വേറൊരാൾ വരുന്നു, അങ്ങനെ ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പോൾ ആക്സസറീസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ എനിക്കത് അതിന്റെ ഒരു സീരിയസ്നെസ്സും എനിക്ക് ഭയം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ മൂവിയോളയിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇത് നമ്മൾ കാണാനിരിക്കുകയാണ്, ഡബിൾ പോസിറ്റീവ് കാണാനിരിക്കുക. അപ്പോൾ സാറ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾ അസിസ്റ്റന്റ് എല്ലാം ബാക്കിൽ ഇരിപ്പുണ്ട്. സാറ് തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ, ഡ്രസ് കണ്ടിന്യൂറ്റിയൊക്കെ കറക്റ്റ് അല്ലേന്ന് ചോദിച്ചു. അതുവരെ എനിക്ക് ഇതിന്റെ ഒരു ടെൻഷൻ ഇല്ല. ഞാൻ ആ സിനിമ ഡബിൾ പോസിറ്റീവ് കണ്ടില്ല, ഞാൻ ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരുന്നത് മൊത്തം ആ സിനിമ തീരുന്നവര്. തീർന്നു കഴിഞ്ഞപ്പോൾ സാർ എഴുന്നിട്ട് പറഞ്ഞു കറക്റ്റാന്ന് പറഞ്ഞു. അപ്പൊ സാറ് എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കാൻ എടുക്കാൻ പറ്റില്ല, വരച്ച് തന്നെ വെക്കണം, വരച്ച് തന്നെ കമ്മൽ ഉൾപ്പെടെ എല്ലാം വരച്ച് വെക്കണം. പിന്നെ നമ്മള് ഡ്രസ്സിലൊക്കെ സീൻ നമ്പറൊക്കെ അവരുടെ എഴുതിയിടും. അങ്ങനെ പിന്നെ ഓരോ അസിസ്റ്റന്റ് ഡയറക്ടർ വരുമ്പോഴും അവരുടെ സിസ്റ്റം ഉണ്ടാക്കും. ഞാൻ കവറിനകത്തൊക്കെ ഇട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. വേറെ പലരും ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഇട്ട് കുറെയൊക്കെ അങ്ങനെയൊക്കെ സേവ് ചെയ്തൊക്കെ വയ്ക്കും. പക്ഷെ ഈ ഒരേ കമ്മല് തന്നെ പല സീനിൽ പോകുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അപ്പൊ ഈ കവറിന്റെ പ്രശ്നങ്ങൾ അത് ഇതൊക്കെ അങ്ങനെയൊക്കെ കുറച്ച്. അച്ഛൻ്റെ നമുക്ക് വീണ്ടും അച്ഛൻ്റെ കഥയിലേക്ക് സംഭവത്തിലേക്ക് എന്താ പറയുക, അച്ഛൻ്റെ നാടകങ്ങൾ ഏതെങ്കിലും സ്റ്റേജിൽ അവതരിപ്പിക്കാതെ ഏതെങ്കിലും നാടകം ഇരിപ്പുണ്ടോ? ഇല്ല, എല്ലാ നാടകങ്ങളും. അച്ഛൻ അവസാനം ഒരു നാടകം എഴുതാൻ പ്ലാനിട്ടിരുന്നു, പക്ഷെ അത് ഫുൾ എഴുതിയില്ല. അതായത് ഒരു കുടയും പലതലയും പറഞ്ഞിട്ട്, അതായത് അച്ഛൻ എഴുതിയ ഇത്രയും നാൾ എഴുതിയ നാടകങ്ങളിലെ മെയിൻ കഥാപാത്രങ്ങൾ എല്ലാം കൂടെ എടുത്തിട്ട് ഒരു നാടകം. അതൊരു ഭയങ്കര വലിയ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്ലാൻസ് ഉണ്ട്. അല്ല, അച്ഛന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എഴുതാൻ പറ്റില്ല. അത് സാധാരണ രീതിയിലല്ലല്ലോ, അത് കുറച്ചുകൂടെ ഓരോ ക്യാരക്ടറും. ഇപ്പൊ കൊച്ചുവാവ് ഒരു കഥാപാത്രമായിട്ട് അതിനകത്ത് ഉണ്ടാവുമല്ലോ, അതിന്റെ സ്വഭാവം ഓരോത്തിനകത്തും. അത് എഴുതിയത് പകുതിയെങ്കിലും ആക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ അതിന് നോട്ട്സ് എഴുതി പോയിട്ട് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്തെങ്കിലും ഈ നാടകങ്ങൾ ഇനി വീണ്ടും എന്തെങ്കിലും നമ്മുടെ സൂര്യസഭ ഇനി അങ്ങ് ഒന്നുകൂടി ഒന്ന് കൊണ്ടുവരണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടോ? അല്ല, ബാനർ ഇപ്പോഴും നമുക്ക് ഉണ്ട്. അല്ല, ഇതിനകത്ത് വിഷയം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഡ്രാമ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല
ജോലിയുണ്ട് എന്ന് മാത്രമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു ജോലിയാണ്. അതെ അതെ അതെ. ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഈ സീരിയലിലൊക്കെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ ഇവരിടയ്ക്കൊക്കെ മുങ്ങിക്കളയും, പിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് അറ്റൻഷൻ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിലുമായിട്ട് ഇത് കണക്റ്റായിട്ട് പോകത്തില്ല. അതെ, അതാണ് അച്ഛൻ മറ്റേ എഴുതുന്നല്ലേ ഉള്ളായിരുന്നു, സ്ക്രിപ്റ്റിംഗ് അല്ലേ ഉള്ളായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വീട്ടിലാണ്, അച്ഛന് നാടകത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കാം. ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വിട്ടു നിൽക്കണം. അമ്മ നല്ല ശരിക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അച്ഛൻ. അതാണ് അങ്ങനെ അത്രയും. അമ്മയെ എഴുത്തുകാരിയാണ്, കവിതയും ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നാടകങ്ങളൊക്കെ. ആണല്ലേ? സാറ് സിനിമയിലേക്ക് എങ്ങനെയാണ് തുടങ്ങിയത്? ഞാൻ വന്ന വെച്ചാല് എനിക്കൊരു പ്രീ ഡിഗ്രി തൊട്ട് ഈ മോഹമുണ്ട്, പക്ഷെ എനിക്കത് കൃത്യമായിട്ട് സിനിമയിൽ എന്താന്നുള്ളത് അന്ന് എനിക്കില്ല. അപ്പൊ അച്ഛൻ്റെ അടുത്ത് സപ്പോർട്ട്? അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് പഠിച്ചിട്ട് മതി, വിദ്യാഭ്യാസം വേണമെന്ന്. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴും ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇത് പോരാ, കുറച്ചുകൂടെ പഠിക്കണം. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു PG എടുത്തു. അപ്പൊ അതും കഴിഞ്ഞ് അത് 1 year ഡിപ്ലോമ PG ആണ്. അതും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴും വീണ്ടും അച്ഛൻ പറഞ്ഞ് അത് പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ SC കോളേജിൽ PG എടുത്തു, MA ഇംഗ്ലീഷ് PG എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ ആവശ്യം സിനിമ തന്നെയാണ്. അപ്പോൾ അന്നേരം എനിക്കൊരു ഏകദേശം ധാരണയൊക്കെ ഉണ്ട് എന്താണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആകണം. മറ്റേ ആദ്യത്തെ സമയത്ത് എനിക്ക് സിനിമയിൽ എന്താ ഡിഗ്രി സമയത്തൊന്നും എങ്ങനെയാണ് എന്നുള്ള അറിയത്തില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് അതല്ല, നീ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്തെങ്കിലും ഒരു IAS അല്ലെങ്കിൽ പിന്നെ LLB പഠിക്കണം. എനിക്ക് മനസ്സിലായി നീ രക്ഷയില്ല, അച്ഛനിങ്ങനെ പഠിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പല ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്ന ഇത് അച്ഛൻ അറിഞ്ഞിട്ടാണ് അച്ഛൻ വന്നിട്ട് ഡയറക്ടർ ഫാസിൽ സാറിനെ കാണുക, സാറുമായിട്ട് അച്ഛന് പരിചയം. അങ്ങനെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. 5 ദിവസം കൂടെ ഉള്ളൂ, 5-6 ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട് തീരാൻ. സാറ് പറഞ്ഞു കുഴപ്പമില്ല വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ജോയിൻ ചെയ്തു. ആ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതെനിക്ക് വലിയ ഭാഗ്യമാണ്. ഫസ്റ്റ് സിനിമത്തെ സാധാരണ ഫസ്റ്റ് സിനിമയിൽ ലാസ്റ്റ് അസിസ്റ്റന്റൊന്നും അങ്ങനെ ചാൻസ് കിട്ടുന്നത്. അപ്പൊ അത് സാറ് അച്ഛനോടുള്ള അപ്പൊ അങ്ങനെ എനിക്കത് കിട്ടിയാണ്. ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കാണാനും അറ്റൻഡ് ചെയ്യാനും പറ്റി. അങ്ങനെയാണത് വന്നല്ലേ. നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവും, ഇനി ഉണ്ടായാലേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റേ ഇതുണ്ടല്ലോ പുനഃപ്രവലാറിൻ്റെ ഒക്കെ പെൻഷനൊക്കെ അച്ഛന് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ചോറും കൂടെ കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേറൊരു പാർട്ടിയിൽ പോകരുത് പറഞ്ഞു. പിന്നെ നിങ്ങൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കാവുള്ളൂ. എന്നിട്ട് അവസാനം അച്ഛൻ പറയുകയാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ല. അതെനിക്ക് മനസ്സിലായില്ല ഇത്രയും പറഞ്ഞിട്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് പാർട്ടിയല്ല, അതൊരു ചിന്താഗതിയാണ്. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഇല്ലേ? ശരിക്കും മനസ്സിലാക്കാൻ ഒരുപാട് വർഷം അത് വളരെ അദ്ദേഹം അറിയല്ലോ, അതാണ് അതിൻ്റെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ വിശ്വാസത്തിനും വളരെ ഒരു വേറെ സംഭവം കൂടെ ഇതിനകത്ത് കാട്ടുകുതിരെ പറയുന്നുണ്ട്. ഈ പഴനിക്ക് പോകണമെന്ന് പറഞ്ഞ് വന്ന് നേർച്ച ചോദിക്കാൻ പറയുന്ന സംഭവമുണ്ടല്ലോ. അപ്പം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്താണ്, അപ്പോൾ പറഞ്ഞത് പഴനിക്ക് പോകണമെന്ന്. അപ്പം മങ്ക വിളിച്ചിട്ട് പറയുന്നുണ്ട് അവർക്ക് പഴനിക്ക് പോകണം. അതല്ല അവര് ആദ്യം പറയുന്നത് വെച്ചാല് അപ്പൊ പിന്നെ എന്താണ് ഈ വഴിയൊക്കെ. അപ്പൊ ഇയാള് പറയുന്നുണ്ട് 200 വീട് തണ്ടിയേക്കാന്ന് നേർച്ച. അപ്പൊ ഇയാള് പറയുന്നത് കൊച്ചുവാ പറയേ കണ്ട നെകളിപ്പ് കണ്ട നമ്മളൊക്കെ തെണ്ടിക്കല്ലേ എന്ന് പറഞ്ഞാൽ നേർച്ച നേരുന്നത് തെണ്ടിക്കോളാന്ന് പറഞ്ഞത്. ഇത് എവിടെ പഴനിക്ക് പോകണം വഴിയറിയാൻ അതൊക്കെ നല്ല രസമായിട്ടാണ് ജനങ്ങൾ എടുത്തത് കേട്ടോ. സാറ് സിനിമയിൽ വന്നപ്പം സാറിന് ഇങ്ങനെ എന്തെങ്കിലും അച്ഛന്റെ ഒരു ഉപദേശം ഇത് ശ്രദ്ധിക്കണം? സിനിമയിൽ അച്ഛൻ ഒറ്റ ഉപദേശം തന്നിട്ടുള്ളൂ. സിനിമയിൽ നമ്മളുടെ അന്നദാതാവ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അയാൾക്ക് കുഴപ്പം വരുന്ന ഒരു പരിപാടിക്കും ആര് പറഞ്ഞാലും കൂട്ടു നിൽക്കരുത്. അയാൾക്ക് എത്ര. അപ്പൊ ഞാൻ ഇതുവരെയുള്ള സിനിമകളിലൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ജാക്ക് ഡാനിയൽസിലും യൂട്യൂബിൽ ഒത്തിരി വ്യൂവർഷിപ്പ് കിട്ടിയിട്ടില്ലേ? യൂട്യൂബിലൊക്കെ മലയാളത്തിൽ നിന്ന് എനിക്കൊന്ന് 2ാമത്തെ സിനിമയാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ്, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് 88 മില്യൺ എന്താണ്. അതിന്റെ പേരിൽ തന്നെ ബോംബെയിൽ നിന്ന് ഒരു പത്രക്കാരൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്തൊക്കെ. സാർ ഇനി പുതിയൊരു സ്ക്രിപ്റ്റ് ചെയ്യാൻ പോകുമ്പം പണ്ട് ചെയ്തതിനേക്കാൾ ഇപ്പോൾ ഒത്തിരി കാലവും മാറി, ടെക്നിക്സും മാറി. അപ്പം സാറ് ടെക്നോളജിക്കലി സാർ എന്തെങ്കിലും കൂടെ പുതിയത് പഠിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാര്യം ടെക്നോളജി, സിനിമ, കഥ പറയുന്ന രീതി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡയറക്ടറും ഉണ്ടെങ്കിൽ നല്ലൊരു സിനിമ ഉണ്ടാവും. ഇപ്പൊ അതല്ല.
ആ നല്ല അല്ല അന്നത്തെ സിനിമയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിന് ആക്ട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനോടാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 സിനിമ ചോദിക്കാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പാണ് 9 സിനിമയും പഴയ സിനിമകളായിരിക്കും. ചിത്രം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, അത് അങ്ങനെയുള്ള സിനിമകളൊക്കെ പറയത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. അതെ, ഇപ്പോഴത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ കണ്ട് ആഹ്ലാദിച്ച്. കാര്യം ഇപ്പോഴത്തെ സിനിമ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിൻ്റെ കയ്യിലൂടെയാണ് സിനിമ പോകുന്നത്. കാര്യം ടെക്നോളജി ഭയങ്കരമായിട്ട് അപ്ലൈഡ് ആണ്. അപ്പം അഭിനയത്തിനുള്ള സ്കോപ്പ് ഇപ്പോൾ വളരെ കുറവാണ്. എന്നുവെച്ചാൽ എല്ലായിടത്തും ഇല്ലാന്നല്ല. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും അഭിനയിച്ച് തന്നെ വലിപ്പിക്കണം. ഡയലോഗ് ഓറിയന്റഡ് ആണ് കൂടുതൽ സിനിമ. ഇപ്പൊ ഡയലോഗ് വേണമെന്നില്ല ഒരു സിനിമ വിജയിക്കണം. കാര്യം അത് മാറ്റമാണ്. ഇപ്പൊ വിഷ്വലാണ് സിനിമയെന്നും വിഷ്വലാണ് സിനിമയുടെ ഭാഷയെന്നും തിരിച്ചറിഞ്ഞൊരു സമയമാണ്. ഇപ്പൊ സിനിമ വേറെ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, വിഷ്വൽ വഴിയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ അപ്ഡേഷൻ അതാണ് നമുക്ക് ആവശ്യം. സാർ ഈ സിനിമ ഇപ്പൊ 3 സിനിമയിലാണെങ്കിലും ഡിഫറെന്റ് ടെക്നീഷ്യൻസും ക്യാമറാമാൻസും ഒക്കെ ചൂസ് ചെയ്തത് അപ്പം എന്തുകൊണ്ട് അതൊരു മനഃപൂർവ്വം ഈ പറഞ്ഞ അപ്ഡേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ആൾക്കാരെ തന്നെ ആകുമ്പോൾ അവർക്കൊരു 2 സിനിമ കഴിയുമ്പോൾ മനസ്സിലാകും നമ്മളെ ഇയാളുടെ ചിന്താഗതി ഇങ്ങനെ പോകത്തുള്ളൂ. അപ്പൊ ഇവരുടെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് തരൂല. മറ്റു പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ പുതിയ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മൾ ചിന്തിച്ച് നമുക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റും. നമുക്ക് അവരുടെ ഉപദേശങ്ങളിലൂടെ എടുക്കാൻ പറ്റും, അവരുടെ സജഷൻസ് എടുക്കാൻ പറ്റും. ഒരു സംവിധായകനാണെങ്കിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം നമ്മൾ നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ. അതെ. അപ്പൊ അതെങ്ങനെ ആകണം എന്താണെന്നൊക്കെ ഉള്ള ഒരു നിരീക്ഷണമൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് പാട്ടിനകത്തൊരു ഹുക്ക് ലൈൻ, നമ്മൾ പാട്ടിൻ്റെ ഇപ്പോൾ 10, 15, 20 വരി ഉണ്ടെങ്കിൽ 20 വരിയും നമ്മളെ ആകർഷിക്കത്തില്ല. ഒരു വരിയോ 2 വരിയാണ് നമ്മൾ ആകർഷിക്കുന്നത്. അതാണ് നമ്മുടെ ഹുക്ക് ലൈൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കൊളുത്തി വലിക്കുന്ന ഒരു സാധനം. ആ ഒരു ഹുക്ക് ലൈൻ കഥയ്ക്കകത്ത് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സാധനം. നമ്മൾ റിലേറ്റ് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആ ഒരു കഥ പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം എൻ്റെ അടുത്ത് കഥ ആൾക്കാർ ഒരുപാട് പേര് പറയാൻ വരുമ്പോൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ചിലപ്പോൾ കഥ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും. അത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സബ്ജക്റ്റ് മോശമാണെന്നുള്ളൂ. വേറൊരാൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണും. ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ നിരാശ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ വരുന്ന കഥ എനിക്ക് എഴുതാൻ പറ്റാത്ത കഥയാണ് എന്ന് തോന്നണം. എനിക്ക് തോന്നിയാൽ മാത്രമേ. കാര്യം ചില സബ്ജക്റ്റുകൾ പഠിച്ചെഴുതേണ്ട സബ്ജക്റ്റുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ പാരാസൈക്കോളജി ഞാൻ വിചാരിച്ചാലും എനിക്ക് എഴുതാനേ പറ്റത്തില്ല. പക്ഷെ അയാൾക്ക് അത് അറിയാവുന്നതുകൊണ്ടും അയാൾ പഠിച്ചതുകൊണ്ടാണ് അയാൾ എഴുതിയത്. അപ്പോൾ പിന്നീട് അയാൾ എന്നെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറേ യൂട്യൂബും അതും ഇതുമൊക്കെ നോക്കി പല ആൾക്കാരെയും കണ്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ ചില സബ്ജക്റ്റുകൾ പഠിച്ച് ഇപ്പോൾ ഈ പത്രപ്രവർത്തകരായ ആൾക്കാർ എഴുതിക്കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഈ മെറ്റീരിയൽസ് കിട്ടാൻ എളുപ്പമാണ്. അവർ പത്ര മേഖലയിലായതുകൊണ്ട്. അപ്പോൾ അവർ നല്ല ഡീപ്ലി സ്റ്റഡീഡാണ് ആ വിഷയത്തിൽ. അപ്പോൾ അവർ കൊണ്ടുവരുന്ന സബ്ജക്റ്റുകളൊക്കെ ചില സബ്ജക്റ്റുകളൊക്കെ ഭയങ്കര രസമായിരിക്കും, ചില സബ്ജക്റ്റുകൾ ഭയങ്കര മോശമായിരിക്കും. കാര്യം ഇവർക്കൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പരന്നു പോകുന്നുള്ളതാണ്. കാര്യം ഇവരുടെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ട് നമുക്കൊരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടല്ലോ. ആ പീരീഡിൽ ആ സ്പെസിഫിക് ടൈമിൽ സിനിമ തീരണം. അത് ശക്തമായിട്ട് തീരണം. എങ്ങനെയെങ്കിലും തീർന്നാൽ പോരാ. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് അങ്ങനെ മാത്രമേ ഞാൻ പറയാനുള്ളൂ. എനിക്ക് എഴുതാൻ പറ്റാത്ത സാധനങ്ങൾ ആരും കൊണ്ടുവന്നാലും എനിക്ക് ഭയങ്കര ആവശ്യമാണ്. ഈ സിനിമ എടുക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, ഇതെങ്ങനെ ആകണം. അതിന് ഈ ക്ലൈമാക്സ് ഒക്കെ നേരത്തെ തന്നെ നമ്മൾ കണക്കൂട്ടി ആ രീതിയിൽ തന്നെ നമ്മളുടേതായ രീതിയിൽ തന്നെ വരാൻ ഉദ്ദേശിക്കുന്നു. ടെൻഷൻ ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ സിനിമ വളരെ എൻജോയ് ചെയ്താണ്. എനിക്ക് അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ടെൻഷൻ എടുക്കാറില്ല. കാര്യം ഞാൻ ഒരാൾ ടെൻഷൻ എടുത്തുകൊണ്ട് എന്താ കാര്യം? സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ചായ കൊടുക്കുന്ന ഒരാളുടെ മെന്റാലിറ്റി വരെ ആ സിനിമയെ ബാധിക്കും. അപ്പൊ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നന്നായിട്ട് പോവുക എന്നുള്ളതാണ്. അത് അവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഹാപ്പിനെസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിനിമയും നമ്മൾ ഹാപ്പി ആയിട്ട് ചെയ്യും. ഇത് എന്നെ പഠിപ്പിച്ചത് വേറെ ഒന്നുമില്ല, ഞാൻ കണ്ടു പഠിച്ചാണ്. ഫാസിൽ സാറിന്റെ സിനിമകളിൽ നമ്മളിപ്പോഴും ഭയങ്കര ഒരു ഫെസ്റ്റിവൽ പോലാണ്. ഒരു ഇനി ആ സെറ്റിൽ ഏത് ആർട്ടിസ്റ്റ് വന്നാലും, ചെറിയ ആർട്ടിസ്റ്റ് വന്നാലും വലിയ ആർട്ടിസ്റ്റ് വന്നാലും അവിടെ പെരുമാറുന്ന ഒരുപോലെയാണ് സാറ് അവരോട് പെരുമാറുന്ന ഒരുപോലെയാണ്. അപ്പോൾ സാറിൽ നിന്നാണ് നമ്മളൊരു ടെക്നിക്ക് പഠിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിനിമയിൽ നമ്മുടെ മനസ്സിലിരിക്കുന്ന കഥ ഓഡിയൻസിന്റെ മുമ്പിൽ എത്തിക്കുന്നത് ഇവരാണ്. ഇവരെ മാനസികമായിട്ട് കംഫർട്ട് സോണിൽ ഇരുത്താണ്. ഈ ആർട്ടിസ്റ്റുകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നുള്ളത് സാറൊരു നന്നായിട്ടാണ് അത് ചെയ്യുക. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്, ഡയറക്ടേഴ്സ്. നമ്മൾ സാറിൻ്റെ കൂടെ വന്നിട്ട് സാറിന് നല്ല കൃത്യമായിട്ട് അത് പഠിച്ചു. സിനിമയിൽ മറ്റേ മോഹൻലാലുമായിട്ട് വന്നല്ലോ, അപ്പം അദ്ദേഹമായിട്ടുള്ള ഒരു സമ്പർക്കമൊക്കെ എങ്ങനെയുണ്ട്? അദ്ദേഹം എങ്ങനെയാണ്? അല്ല, ലാലേട്ടനെ ആ പടത്തിൽ ആദ്യം ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസമേ ശരിക്കും മറ്റേ ലെഫ്റ്റനന്റ് കേണൽ പദവി കിട്ടിയതിന് ശേഷം. മാത്രമല്ല, ഞാൻ ഈ ലാലേട്ടൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ സിനിമയിൽ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ അത് ആദ്യത്തെ സീനിൽ മാത്രമേ ഉള്ളൂ ടെൻഷൻ തോന്നിയത് പുള്ളിയെ മാത്രമേ ഉള്ളൂ. കാര്യം എന്താ, പുള്ളി ചോയ്സ് തരും. സാറിൻ്റെ സിനിമയിൽ സാറിൻ്റെ പ്രത്യേകിച്ച് സാറൊരു റോള് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും.
അപ്പോൾ അത് സാറിൻ്റെ അസിസ്റ്റൻസിന് എല്ലാം അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ആ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്നും അറിയാതെ വയ്യാത്ത ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഇത് ഇമിറ്റേറ്റ് ചെയ്താൽ മതി, പെർഫെക്റ്റ് ആണ്, വളരെ ഈസിയാണ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷെ ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താൽ ലാലേട്ടൻ അതിൻ്റെ ഒരു 5 വെറൈറ്റി കാണിക്കും. പച്ചയ്ക്ക് ഇതിലേത് വേണമെന്നിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് തെറ്റിപ്പോയി പോയി, അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അത് വലിയ ഇഷ്യൂ ആണ്. അതൊരു ആദ്യത്തെ ദിവസം ആദ്യത്തെ ആ സീൻ തീരുന്നവരെ ഞാൻ 2 ഫാൻ എനിക്ക് മാത്രം വെച്ചു അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ പിന്നെ പുള്ളി വളരെ അങ്ങനൊന്നുമില്ല. പുള്ളി ക്യാമറയുടെ ബാക്കിൽ ജയസൂര്യ എന്നൊക്കെ വിളിക്കുമെങ്കിലും അതിന്റെ ഫ്രണ്ടിൽ പോയി സാർ അത് നമുക്ക് അത് അതിനേക്കാളും വലിയ ടെൻഷനാ. പഴയകാല സംവിധായകരിൽ ആരെങ്കിലും ആരോടാണ് കൂടുതൽ താല്പര്യം? ഇപ്പൊ എ വിൻസെന്റ് ഉണ്ട്, KS സേതുമാധവൻ, പത്മരാജൻ സാറിനോട്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടോ? എനിക്ക് പത്മനാഭൻ സാറിന്റെ സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത സാധനം എന്ന് പറയുന്നത് പുള്ളിയുടെ സിനിമയിൽ മാത്രമേ ഉള്ളൂ പ്രഭാതവും ഉച്ചയും സന്ധ്യയും രാത്രിയും. വേറെ ആ മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ്, വേറെയൊക്കെ നമ്മൾ പറയേ പറ്റത്തുള്ളൂ, വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ട് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷെ അതല്ല, ഒബ്സർവേഷൻ ഭയങ്കര. ഇതുപോലെയുള്ള എന്തെങ്കിലും എലമെന്റ്സ് സാറിന്റെ മൂവീസിൽ വേണം എന്നോർത്ത് അങ്ങനെ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? അങ്ങനെ പ്ലാൻ ഉണ്ടോ എന്തെങ്കിലും? അല്ല, അത് നമുക്ക് എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ ചെയ്താണ്. ഇവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരാണല്ലോ. പത്മനാഭ സാറിന്റെ ഞാനെന്നല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തൂവാനത്തുമ്പിടുന്ന ഞാനൊരു 130 പ്രാവശ്യം കണ്ടിട്ടുണ്ട് സിനിമ. റിപ്പീറ്റ് എത്ര കണ്ടാലും എന്തോ ഒരു സംഭവം. അല്ല, അദ്ദേഹം അതിനകത്ത് മഴയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കും അല്ലേ? എനിക്ക് അതിനകത്ത് മഴയ്ക്ക് പ്രാധാന്യമില്ല. മഴയുള്ള സിനിമ ഒരുപാടെണ്ണം വന്നു. പക്ഷെ മഴയുടെ ഷോട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടില് ആ മഴ പെയ്താൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പട്ടണത്തിൽ നിന്നാൽ മഴ പെയ്യുക നമുക്കത് ആ അറ്റൻഷൻ തന്നെ നമുക്ക് മഴ ഇങ്ങ് വരുക. മഴ പെയ്ത് തോർന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയാ താഴോട്ട് വീഴുന്ന ആ ഒരു ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ പടത്തിൽ കാണാം. സാറിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയും. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താള് ഇപ്പോൾ +2 കഴിഞ്ഞു, രണ്ടാമത്തെ ആള് 6th സ്റ്റാൻഡേർഡ്. വൈഫ് ഹൗസ് വൈഫാണ്. പിന്നെ ഞാൻ തറവാട്ടിൽ അമ്മയുണ്ട്, അമ്മയോടാണ് താമസിക്കുന്നത്. അമ്മ ഇപ്പം ആരോഗ്യമായിട്ടിരിക്കുന്നു. അമ്മ എഴുത്തും നാടകം കവിതയൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും മക്കൾ അതിപ്പോ അവരുടെ ഒരു പീരീഡ്, എനിക്കത് ഇപ്പൊ ഇതൊരു ജഡ്ജ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മൂത്താള് ഡാൻസ് കളിക്കും അങ്ങനെ. പക്ഷെ എന്നാലും അതിനെ അവരൊരു കാണിക്കാനുള്ളൊരു നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചൂസ് ചെയ്യാൻ അവരവരുടെ ഇഷ്ടം അവർ ചെയ്യാന്നുള്ളതാണ്. 2 ആൺകുട്ടികളാണല്ലേ? മൂത്തവൻ 2 ആൺകുട്ടികളാണ്. മൂത്തവൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ക്യാമറ വർക്ക് ചെയ്ത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇളയവൻ ഇതുപോലെ തന്നെ അവൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇളയവൻ മാജിക് എന്നൊരു കാണി കൊച്ചാണ്. ഇവർ 2 പേരും പ്രിമിച്ചറായിരുന്നുണ്ട്. ഇളയവൻ കുറച്ച് സൈസ് തീരെ കുറവാണ്. അന്നേരം അവൻ ആ സൈസ് വെച്ചിട്ട് ചീട്ടൊക്കെ അവന് കയ്യിൽ ഇരിക്കത്തില്ല, കാണിക്കുന്നുണ്ട് സംഭവം ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ കരാട്ടെ ഇപ്പൊ അടുത്ത ബ്ലാക്ക് ബെൽറ്റ് ആണ്, അതിനൊക്കെ പോകും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്. വരയ്ക്കും, 2 പേരും വരയ്ക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് സാറിൻ്റെതായ ഒത്തിരി തിരക്കുകളുടെ ഇടയിലും നമ്മുടെ റേഡിയോ വിസിറ്റ് ചെയ്തു, നമ്മളോടൊപ്പം ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ സാറിൻ്റെ സിനിമ റിലേറ്റഡ് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പിന്നാമ്പുറമൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഇത്രയും ചരിത്രം സാറിൻ്റെ കൂടെ ഉണ്ട്. സാറിൻ്റെ അച്ഛൻ, സാറിൻ്റെ ഫാമിലി ഹിസ്റ്ററി, അദ്ദേഹം കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. അതെ, അപ്പം സാറിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചതിൽ ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ സാറിന് വരാൻ പോകുന്ന സിനിമ ഇനി സ്ക്രീനിൽ കണ്ടതിന് ശേഷം മറ്റൊരു ഇന്റർവ്യൂ ആയിട്ട് സാറിനെ നമുക്ക് ക്ഷണിക്കാം. അതുപോലെ തന്നെ അച്ഛൻ്റെ ആ നാടകകാലത്തേക്ക് എനിക്കും കുറച്ച് അങ്ങോട്ട് ആ ഓർമ്മകളിലേക്ക് പോകാൻ കഴിഞ്ഞു. അത് സാറിങ്ങനെ വന്നതും നമുക്കൊരു ഇന്റർവ്യൂ തന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം. സാറിന് ഇനിയും നല്ല നല്ല സിനിമകൾ ഇറങ്ങട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടാണ്. അല്ല, അതുകൊണ്ടാണ്. അതാണ്. അപ്പൊ ഞങ്ങൾക്കും കുറച്ച് അറിവുകൾ കിട്ടി. ഞങ്ങൾക്കും അറിയാൻ പറ്റൊരു സംഭവമായിരുന്നു. അതിപ്പോൾ അത് കിട്ടി. അത് വളരെ സന്തോഷം. സാറിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഞങ്ങൾ അപ്പോൾ ഇത്രയും സമയം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് ശ്രീ SL പുരം സദാനന്ദൻ്റെ മകൻ. അദ്ദേഹം നാടകകൃത്തും എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് മാത്രമേ അദ്ദേഹത്തെ പരിചയം ഉണ്ടാകാതെ വരുള്ളൂ. പക്ഷേ അതിന് പകരം നമുക്ക് ഒരു മകനെ കൂടി നമുക്ക് തന്നിട്ടാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഫിലിം ഡയറക്ടറാണ്.
ഇപ്പം ഇനി 1-2 പടങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് പുതിയ നല്ലൊരു പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. അത് നമുക്കത് വീണ്ടും കാണാനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഒത്തിരി സിനിമകൾ സംവിധാനം ചെയ്യാനും അത് നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാനും ജനങ്ങളെല്ലാവരും അത് ഏറ്റുവാങ്ങാനും ഇടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ സണ്ണി. ഇത് റേഡിയോ നെയ്തൽ 107.8 FM. ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം.